സർ, അമേരിക്കയിൽ ഹിന്ദുക്കൾ തെരുവിലാണ്. ഹിന്ദുക്കളെ വംശീയമായി അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുകയോ മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റം തരം താഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ജനതയുടെ ഔദാര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ പണം ഉപയോഗിച്ചാണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുമായ ഹിന്ദുക്കൾ വളരുന്നത് എന്നാണ് വൈറ്റ് ഹൗസിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ പറഞ്ഞിരിക്കുന്നത്. നവാരയുടെ ഈ ഒരു പരാമർശം ഹിന്ദുക്കളെ അങ്ങേയറ്റം അമേരിക്കയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രക്ഷോഭത്തിലാണ്. അമേരിക്കയിൽ ഹിന്ദുക്കൾ ഇന്ന് തെരുവിലാണുള്ളത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനമാണെങ്കിൽ അതിനെ നമുക്ക് വിദേശ നയം എന്ന് വിളിക്കാം. പക്ഷേ അമേരിക്ക ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദുക്കളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് മതവിഭാഗങ്ങളും തമ്മിലടിപ്പിച്ച് രാജ്യത്തെ കുളം തോണ്ടുക എന്നുള്ള ഒരു നടപടിയാണ് നവാരോ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും അമേരിക്കയുടെ വിദേശ നയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പീറ്റർ നവാരോ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഹിന്ദുക്കളെ ഇത് അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഒരു നടപടിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അമേരിക്ക ഈ താരിഫ് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിന് ശേഷം ആഭ്യന്തരമായിട്ട് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അമേരിക്കയ്ക്ക് പുറത്ത് അമേരിക്കയ്ക്കുള്ള അതൃപ്തി പോലെ അമേരിക്കയ്ക്ക് അകത്ത് ഈ പറയുന്നത് പോലെ അസംതൃപ്തി പടരുന്നു, അല്ലെങ്കിൽ അത് പല സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം അവിടെ ഹിന്ദുക്കൾ വളരെ കൃത്യമായിട്ട് പ്രക്ഷോഭം നടത്തും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു പ്രസ് റിലീസും അല്ലെങ്കിൽ ട്രംപിന് ഒരു കത്തുമൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആ ഹിന്ദു സംഘടനയുടെ പേര് അമേരിക്ക ഹിന്ദു അഗൻസ്റ്റ് ഡിഫർമേഷൻ ആൻഡ് ഹിന്ദു പാക്ട് എന്നാണ് ആ സംഘടനയുടെ പേര്. അവർ പറയുന്നത് നവാരോ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ട്രംപിന്റെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. എന്തായാലും അതുപോലെ ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ, ഉപദേഷ്ടകൻ എന്നൊക്കെയുള്ള പീറ്റർ നവാരോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് 25% അല്ലെങ്കിൽ 50% താരിഫ് 20% അധിക താരിഫ് ഇന്ത്യക്കെതിരെ നടത്തിയെന്ന് പറഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ മേടിച്ച് ഈ ക്രൂഡ് ഓയിൽ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് കച്ചവടം നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു. അതാണ് അയാൾ കണ്ടെത്തിയ കാര്യം. ഇതിനകത്ത് വേറെ ഒരു കാര്യം അയാൾ പറഞ്ഞത്, മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പറയുന്നത്, ഇവിടുത്തെ ബ്രാഹ്മണരാണ് കാശുണ്ടാക്കുന്നത്. അതായത് അംബാനിയും അദാനിയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. അപ്പം ഇത് വളരെ വലിപ്പത്തിൽ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഹിന്ദു സംഘടന, അതായത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ചേരിതിരിവ്, കൊളോണിയൽ രാജ്യങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ രീതിയിലും അതേ ഭാഷയിലും അമേരിക്കയെ പോലുള്ള രാജ്യം ഹിന്ദുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രസ്താവനകൾ ഇറക്കി എന്നാണ് അവർ ഈ പറയുന്നത് പോലെ ഈ ഹിന്ദു സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറഞ്ഞത് യാതൊരു കോംപ്രമൈസും ഇല്ല, ഇയാളെ പുറത്താക്കണം. ഇയാളെ പുറത്താക്കിയില്ലെങ്കിൽ പുറത്താക്കുന്ന സമയം വരെയും തെരുവിലിറങ്ങി പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ശക്തമായ താക്കീതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, ഹിന്ദു ആചാരങ്ങളെ പുച്ഛിക്കുന്ന ഒരു സമീപനം വളരെ കാലം കൊണ്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കളെ മോശമാക്കുന്നു, കളിയാക്കുന്നു, ആചാരങ്ങളെ കളിയാക്കുന്നു. അതുപോലെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന്, അദ്ദേഹം കളിയാക്കുന്നതിനും ഉപയോഗിച്ചത് ഹിന്ദുവിനെ അവഹേളിക്കുന്ന കാവ്യയെ അവഹേളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ധ്യാനത്തെ അവഹേളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന, കാവ്യ പുതച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഈ പറയുന്ന പോലെ ഇട്ടിട്ട് അദ്ദേഹത്തെ മോശമാക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനും ഒക്കെ തയ്യാറായി. അതുപോലെ കാലേ കൂട്ടി ഈ പറയുന്നത് പോലെ നമ്മളുടെ മതചിഹ്നങ്ങളെ ആക്ഷേപിക്കുന്നു, അമ്പലങ്ങൾ ആക്രമിക്കുന്നതിനകത്ത് ഈ കണ്ടില്ലെന്നടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇത്തരത്തിൽ പല രീതിയിലും, അതുപോലെ തന്നെ പല മേഖലയിലും ഹിന്ദുക്കളെ ഈ പറഞ്ഞതുപോലെ വർഗീയ വെറിയോട് കൂടി മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന മോശമാക്കുന്ന ഒരു രീതി, അത് സ്കൂൾ തലത്തില്, ഉദ്യോഗസ്ഥ തലത്തില്, അല്ലെങ്കിൽ മറ്റെല്ലാ തലത്തിലും ഇത്തരത്തിൽ ഉള്ള രീതി ഉണ്ടാകുന്നു. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ. അപ്പം അമേരിക്കയ്ക്കകത്ത് 30 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട്. ഈ പറയുന്ന പോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പല രാജ്യങ്ങളിലും വന്ന് കുടിയേറ്റത്തിൽ കൂടി ആ കുടിയേറ്റക്കാർ ഉയർത്തിയെടുത്ത അത്തരത്തിൽ വികസിച്ച രാജ്യം.
വലിയ സാംസ്കാരിക പൈതൃകമൊന്നും ഈ അമേരിക്കക്ക് ഇല്ല. കാശുള്ളവൻ ഒരു കോട്ടിട്ട് നിൽക്കുന്ന ഒരു സംസ്കാരമേ ഉള്ളൂ. സംസ്കാര പൈതൃകം ഒന്നും നോക്കിയാൽ അവനില്ല. അപ്പൊ അവൻ ഈ വായി നോക്കിത്തരം പറയാതിരിക്കുന്ന നിവൃത്തിയിൽ എന്നും പറയാറുണ്ട്. ഈ പറയുന്ന പോലെ വർണ്ണവെറി മറ്റെല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ മിക്കവാറും ഉള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ടായി കഴിഞ്ഞാൽ അവന് ബോധവും വിവരവും സംസ്കാരവും ഒക്കെ ഉണ്ടാവുന്നു. അത്തരത്തിൽ ബോധവും വിവരവും സംസ്കാരവും ഒന്നും വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അത്യാവശ്യം പോലും ഇല്ലാത്തതാണ്. പിന്നെ ഇവന്റെ കയ്യിൽ കാശുണ്ട്, കാശുള്ളതുകൊണ്ട് കാശിന്റെ ഉങ്ക് വെച്ചിട്ട് പലർക്കും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ രീതിയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയിലെ മാന്ദ്യത്തിലേക്ക് പോവുകയെന്നാണ് ഈ മൂഡ് സർവേ പറഞ്ഞിരിക്കുന്നത്. മൂഡ് സർവേ ഒക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അമേരിക്ക തകർന്നു പോകുന്നതാണ്. 1/3 മാന്ദ്യത്തിലേക്ക് പോകുന്നു. അതായത് അവിടുത്തെ പല സംസ്ഥാനങ്ങളും, അത് GDP ഗ്രോത്ത് ഉയർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ പറഞ്ഞതുപോലെ മാന്ദ്യത്തിലേക്ക് പോകുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഏതാണ്ട് 21,000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ പറയത്തില്ലേ, മാനുഫാക്ചറിങ് ഉള്ളത് തന്നെ നിർത്തിപ്പോകുന്നു, ഫാക്ടറികൾ സ്തംഭിക്കുന്നു. ഈ രീതിയിലേക്ക് പോവുകയാണ് അമേരിക്ക. അമേരിക്ക വലിയത്. അപ്പം ആഭ്യന്തര കലകം വളരെ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ആഭ്യന്തര കലകം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നും ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും അല്ല, അല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനത്തിനകത്തു നിന്നൊക്കെ വളരെ കൃത്യമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രതിഷേധത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം തയ്യാറാവുന്നു. അങ്ങനെയാണ് കാലിഫോർണിയയിൽ കഴിഞ്ഞ ദിവസം സൈന്യത്തെ ഇറങ്ങി പട്ടാളം തിരിച്ചു വിളിച്ചോളം കോടതി പറഞ്ഞു. അപ്പൊ എല്ലാ രീതിയിലും കയ്യിൽ നിന്ന് പോകുന്ന ട്രംപ് ആ രീതിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ താരിഫിനകത്ത് ഇത് അംഗീകരിച്ചു പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം താല്പര്യം. ഇത് ഏർപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ സഭയുടെ അധികാരം വേണം, അവർക്കാണ് പൂർണ്ണാധികാരം. അതുകൊണ്ട് അത് നിർത്തിക്കോണം, ഇതിന് അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി ഇത്ര സമയം തന്നിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അല്ലെങ്കിൽ അടിയന്തരമായ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന നിയമം ഉപയോഗിച്ച് 100ഓളം രാജ്യങ്ങൾക്കകത്ത് താരിഫ് കൊണ്ടുവന്നപ്പോൾ അത് ഈ രാജ്യത്തിന് പുറത്തും ഈ രാജ്യത്തിനകത്തും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലിയ വലിപ്പത്തിലാണ്. അത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ടും അത്തരം നിയമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുമാണ് കോടതി കണ്ടെത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയ്ക്ക് അത് ഹിന്ദുവിനോട് കളിച്ചാൽ ഇതിപ്പോ ഇവിടെ മാത്രമല്ല എവിടെയും അതിന്റെ ഒരു സാന്നിധ്യം, ഈ ജൂതന്മാരോട് കളിക്കുന്ന ഒരേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പം ഇവിടെ പല 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 സംഭവങ്ങളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിൽ പണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് പല രാജ്യങ്ങളും ഇരിക്കുന്നത് പോലെ ഇപ്പൊ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല. നേരത്തെ ഇവിടെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിൽ ട്രക്കുകൾ നിരത്തി ഇട്ടിട്ട് ഈ പറയുന്നത് പോലെ ഈ പ്രശ്നം ഉണ്ടാക്കിയാണ്. അന്ന് അതിന് ഇവിടുത്തെ കർഷക സമരത്തിന് പിന്തുണ കൊടുത്ത അമേരിക്കയും മറ്റ് ചില വിദേശ രാജ്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. ആ രാജ്യങ്ങൾക്കകത്തെല്ലാം പ്രശ്നം ഉണ്ടായതുപോലെ ഇപ്പൊ അമേരിക്കക്കകത്തും പ്രശ്നമാണ്. ഹിന്ദുവിനെ, അതായത് ഇവിടെ ഒരു കൊളോണിയൻ രാജ്യത്തിനകത്ത് പോലെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കകത്ത് പ്രശ്നം ഉണ്ടാക്കും. ഇവിടുത്തെ ഹിന്ദുക്കൾ മൊത്തത്തിലല്ല, അല്ലെങ്കിൽ അംബാനി അദാനി ബ്രാഹ്മൺസ് ആണ്, അവർ ഗുജറാത്തിലുള്ള ഈ എണ്ണ സംസ്കരണശാല ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു കാര്യങ്ങളും അത്തരത്തിലുള്ള ഒരു നീക്കവും അമേരിക്കയ്ക്ക് അകത്തു നിന്നും, അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂഡ് സർവേ പോലുള്ള സർവേക്കകത്തു നിന്നും ഒക്കെ കാണുവാൻ സാധിക്കുന്നത് അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. കടം പെരുകിക്കൊണ്ടു. ഇപ്പൊ ഇയാൾ ഈ ട്രംപ് ഈ താരിഫ് ഉയർത്തിയതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ അയാളുടെ ഭാഗം നിന്ന് സംസാരിക്കും, അമേരിക്കയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. പക്ഷെ ഇതല്ല ഇയാളുടെ ഈ അവലംബിക്കേണ്ട രീതി. ഇയാൾക്ക് താരിഫ് ഉയർത്താമായിരുന്നു. അതിനകത്ത് നയതന്ത്രവും അല്ലെങ്കിൽ ആ തന്ത്രത്തിനകത്തും ഒരു മെയ്വഴക്കത്തോടും കൂടി വളരെ ചിട്ടയായിട്ട് ഒരു താരിഫ് വർധനയൊക്കെ നടത്തി അമേരിക്കയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാകേണ്ട ഒരു പ്രസിഡന്റാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകേണ്ട ഒരു പ്രസിഡന്റ് ആയിരുന്നു. ഇയാൾ വലിയ മസിൽ പിടുത്തവും ഞാനെല്ലാം പറഞ്ഞാൽ കേട്ടോണം, ഞാനെല്ലാം പറയുമ്പോൾ കേൾപ്പിച്ചോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ഇറങ്ങി തിരിച്ച് പല രാജ്യങ്ങളെയും, ജപ്പാൻ പോലെയുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വഴങ്ങി നിൽക്കുന്ന പല രാജ്യങ്ങളും നിവർത്തികൾ കൊണ്ടുവന്ന് ഇന്ത്യയുടെ അടുത്തോട്ട് വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു അത് നടക്കത്തില്ല. ഈ ഇന്ത്യ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നം, ലോകത്ത് മൊത്തം ഇടത്തും പ്രശ്നം. അപ്പൊ ഇന്ത്യക്കകത്ത് ഇപ്പൊ അത് കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് താരിഫ് പിൻവലിച്ചാൽ ഇയാൾ എന്ന് പറയുന്നത് നാളെ കാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് തന്നെ സംഭവിക്കും. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു രാജ്യം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യം നട്ടലിനോട് കൂടി നിന്നപ്പോൾ തീരുന്നതേ ഉള്ളെന്നുള്ള രീതിയിലേക്ക് വരും. കാരണം നാളെ കാലത്തെ ഇന്ത്യയുടെ താരിഫ് പിൻവലിച്ചാൽ ആദ്യ രീതിയിലേക്ക് പോകും. അപ്പൊ പെട്ടെന്ന് അത് പിൻവലിക്കാനും പറ്റത്തില്ല. പുലിയുടെ വാലയെ പിടിച്ചിട്ട് വീട്ടിൽ പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ, പുലിയുടെ വാലയെ പിടിച്ച് പിടിവിട്ടാ പുലി കടിച്ചു കൊല്ലും, പിടിവിടായിരുന്നാൽ വീട്ടിൽ പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അമേരിക്കയ്ക്കകത്ത് ആഭ്യന്തര വിഷയം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നം, അല്ലെങ്കിൽ ജനങ്ങൾ തെരുവിലേക്ക് സാധനങ്ങൾക്ക് വില കൂടുന്നതിനും പണപ്പെരുപ്പം കൂടുന്നതിനും തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഹിന്ദു സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന എല്ലാ രീതിയിലും ഒക്കെ ഉള്ള ഒരു പ്രശ്നത്തിലേക്കും ഒരു ആഭ്യന്തര കലഹത്തിലേക്കും ഒക്കെ പോവുകയാണ് ട്രംപിന്റെ രീതികൾ കൊണ്ട്. അപ്പൊ അതിനകത്ത് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് കൃത്യതയില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പക്വതയില്ലാത്തത് കൊണ്ട് ഉള്ള ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ കോടതി പലതിനകത്തും ഇടപെടുന്നു.
സ്വൈര്യത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പോലും കോടതിയെ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ആ ജനാധിപത്യ രാജ്യം ലോകത്ത് മാതൃകയാക്കേണ്ട രാജ്യമൊക്കെ വിളിച്ചു പോകുന്നതും ജനാധിപത്യത്തിന് വലിയ ഊറ്റം കൊള്ളുന്നതുമായിട്ടൊക്കെ ഉള്ള ഒരു രാജ്യം എന്നാണ് അമേരിക്ക ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടെ പറഞ്ഞത്. അപ്പം അമേരിക്കയ്ക്കകത്ത് തന്നെ പറഞ്ഞു ട്രംപ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. അവിടുത്തെ പല എഴുത്തുകാരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, ഇയാൾ ഈ പറയുന്ന 2 ടേണിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ല എന്നുള്ള നിയമം മാറ്റി ഇയാൾക്ക് തുടർച്ചയായിട്ട് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി പോലും ഉള്ള തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം വരെ അവിടെ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അമേരിക്കയിലെ തെരുവിലേക്ക് ഹിന്ദു സംഘടന, ഹിന്ദുവിനെ തൊട്ടാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു താക്കീതും അത്തരത്തിൽ ഈ നവാരോയെ മാറ്റിയില്ലെങ്കിൽ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. തെണ്ടി എന്നൊക്കെയാണ് പ്രസ് റിലീസിനകത്ത് വളരെ പച്ചയായിട്ട് ഹിന്ദു സംഘടനയിലെ നേതൃത്വം കൊടുക്കുന്നവർ വിളിച്ചിരിക്കുന്നത്. ഇവനെ മാറ്റണം, ഈ തെണ്ടിയെ മാറ്റണം എന്നുള്ള രീതിയിലേക്കാണ് മലയാളം പരിഭാഷയിൽ വരുമ്പോൾ. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഏതായാലും അമേരിക്ക പെട്ടിരിക്കുന്നു വലിയ ഒരു സാമ്പത്തിക പ്രശ്നത്തിലേക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ രീതിയിലേക്ക് അമേരിക്ക കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഹിന്ദുക്കളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുത്ത് എങ്ങനെയായാലും പീറ്റർ നരാവോ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറണം, അദ്ദേഹത്തെ തന്നെ വൈറ്റ് ഹൗസ് പുറത്താക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഹിന്ദു സംഘടനകൾ ഉറച്ചു നിൽക്കുന്നത്. അതിനായുള്ള പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഔദ്യോഗികമായി അവർ ട്രംപിനും വൈറ്റ് ഹൗസിനും ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.